പാർലറിലൊക്കെ ചെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്ലഷ് ഇല്ല, നിങ്ങളുടെ കയ്യിൽ എന്താ പറയാ ഹൈലൈറ്റർ ഇല്ല, കോൺടോർ ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പരാതി പറയലുണ്ട്. ഇതിനെക്കുറിച്ച് മേക്കപ്പ് അറിയാത്ത ആളുകൾക്ക് വലിയ അറിവില്ലെങ്കിലും മേക്കപ്പ് ചെയ്യുന്നവർക്ക് ഇത് അത്യാവശ്യമാണ്, ഇതില്ലാണ്ട് പറ്റില്ല. അപ്പൊ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് ഒന്നും പറയുമ്പോൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കില്ല. നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല ഇങ്ങനെ പൊടി പോലെയുള്ള ബ്ലഷും ഹൈലൈറ്ററും കോൺടോറിങ്ങിനൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്നുള്ളത്. ചെമ്പരത്തി നമ്മൾ സ്ഥിരമായിട്ട് താളിയായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്ഥിരം മുറ്റത്ത് നിൽക്കുന്ന ചെമ്പരത്തി, ഇത്രയും ഹിബിസ്കസ് എന്ന് പറഞ്ഞാൽ വളരെ ഔഷധ ഗുണങ്ങളുള്ളതാണ്. ഹിബിസ്കസ് ആണ് ഒന്ന് ടീ ട്രീ ആണ്. ടീ ട്രീ നമുക്കറിയാം നമ്മുടെ ഓൾറെഡി നമ്മുടെ പ്രോഡക്ട്സിൽ ഉള്ളതാണ്. ടീ ട്രീ ഒക്കെ കൂടുതൽ മോയ്സ്ചർ കൂട്ടാൻ വേണ്ടിയിട്ടും സ്കിന്നിലുള്ള പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ടീ ട്രീ. ഇതിൽ ഹൈ പിഗ്മെന്റേഷൻ നന്നായിട്ട് കുറെ നേരം നീണ്ടു നിൽക്കാനും ആ കളർ അവിടെ നിൽക്കാനും സഹായിക്കും. അതേപോലെ തന്നെ നീണ്ടു നിൽക്കുന്നതാണ്. നല്ല സ്മൂത്ത് ആയിട്ട് അപ്ലിക്കേഷൻ പോവും. നല്ല ബോൾഡ് ലുക്ക് കിട്ടാനും നല്ല ഒരു തിളക്കം കിട്ടാനും സഹായിക്കുന്ന പ്രോഡക്റ്റ് ആണ് നമ്മുടെ 3-in-1 ഷൈൻ. അതിൽ 3 തരത്തിലുള്ള പ്രോഡക്ട്സ് ആണുള്ളത്. 3 തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ ബ്ലഷ് ആണ്. 2 കളേഴ്സ്, പിങ്കിന്റെ തന്നെ 2 ഷെയ്ഡാണ് ബ്ലഷിന് യൂസ് ചെയ്യുന്നത്. ബ്ലഷ് മീൻസ് നമ്മൾ ചിരിക്കുന്ന സമയത്തേ ഈ 2 ഭാഗം ഒന്നും കൂടി ഹൈലൈറ്റ് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബ്ലഷ് എന്ന് പറയുമ്പോൾ തന്നെ അല്ലെ ഒരു ഫീമെയിൽ ടച്ച് കൊടുക്കാൻ, ആ ഒരു ഫെമിനൈൻ ടച്ച് കൊടുക്കുക. ചിരി ഇപ്പോഴേ എല്ലാവർക്കും വന്നു തുടങ്ങി. ചിരി എങ്ങനെ നിർത്താന്ന് ആലോചിക്കാം. അപ്പൊ ഈ 2 ഭാഗത്ത് ആ ഒരു തിളക്കം ആ ഒരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിങ്ക് ഷെയ്ഡിന്റെ 2 ഡാർക്കും ലൈറ്റും ആയിട്ടുള്ള ഷെയ്ഡ് കൊടുക്കുന്നതാണ് ബ്ലഷ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ബ്ലഷ് യൂസ് ചെയ്യുന്നത്. ഇത്രയും നാളും നമുക്ക് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒന്നും ഇല്ലാത്ത കാരണം നമ്മൾ എന്താ ചെയ്തിരുന്നത്, ഒന്നില്ലെങ്കിൽ ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ ഐഷാഡോ ഒക്കെ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യല പതിവ്. നമുക്ക് ആവശ്യമില്ല, പക്ഷെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ ഇത്. അപ്പോ ഇതാണ് ബ്ലഷ്. നമുക്ക് ആ ഒരു നല്ല എന്താ പറയാ ഒരു പിങ്കിഷ് ലുക്ക് നമ്മുടെ കവിളുകൾക്ക് കിട്ടാൻ, ഈ പൊന്തി നിൽക്കുന്ന ബോൺസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബ്ലഷ്. ഇനി അടുത്ത അതിലുള്ള പ്രോഡക്റ്റ് ആണ് ഹൈലൈറ്റർ. ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നത് നമ്മൾ കോൺടോറിങ് കഴിഞ്ഞതിന് ശേഷം മുഖത്ത് എടുത്തു കാണിക്കാനായിട്ട്, ഹൈലൈറ്റ് ചെയ്യാൻ, ഓരോ ഭാഗങ്ങൾ ഓരോ ഫീച്ചേഴ്സ് എടുത്തു കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഹൈലൈറ്റർ. അതിനും 2 ഷെയ്ഡ് ഉണ്ട്, ഗോൾഡനും ഉണ്ട് സിൽവറും ഉണ്ട്. നമ്മുടെ ഡ്രസ്സിനനുസരിച്ച് നമ്മുടെ ഒക്കേഷൻ അനുസരിച്ച് നമുക്ക് ഹൈലൈറ്റർ സിൽവർ വേണോ ഗോൾഡൻ വേണോ എന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. ഇനി കോൺടോറിംഗ് ഉണ്ട്. ഈ കോൺടോറിംഗിനാണ് നമ്മൾ ഡസ്കി ബ്രൗൺ ലിപ്സ്റ്റിക് യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ഇത് എല്ലാ കളറുകാർക്കും എല്ലാ കോംപ്ലക്ഷൻകാർക്കും ചേരില്ല. ഡസ്കി ബ്രൗൺ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡാർക്ക് കളറിലേക്ക് വരുന്നവർക്ക്, കുറച്ച് വീറ്റിഷ് കളറിലേക്ക് വരുന്നവർക്ക് ഡാർക്ക് കളർ, അതായത് ഡസ്കി ബ്രൗൺ ഒക്കെ വരുന്ന സമയത്ത് ഒന്നും കൂടി ഇറിളിച്ച തോന്നും. ഇത് 2 ഷെയ്ഡാ പറഞ്ഞത്, ഒന്ന് ലൈറ്റ് ഷെയ്ഡും ഒന്ന് ഡാർക്ക് ഷെയ്ഡും. അതായത് കുറച്ചും കൂടി ഫെയർ സ്കിന്നിലേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് അവർക്ക് യൂസ് ചെയ്യാം. കുറച്ച് നമുക്ക് ലൈറ്റ് ഷെയ്ഡിലേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ, കുറച്ച് ഡാർക്കർ ഷെയ്ഡിലേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വരും. എന്തിനാണ് കോൺടോറിങ്? എന്നെ പോലുള്ളവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ആവശ്യം. അതായത് ഇപ്പൊ നിങ്ങളുടെ സൂമിൽ മൊത്തം എന്റെ മുഖം ഇങ്ങനെ നിറഞ്ഞു നിൽക്കണില്ലേ, ആ നിറഞ്ഞു നിൽക്കണേന് ഒന്ന് ഷേപ്പ് കൊടുക്കാനോ ഒന്ന് ഫീച്ചർ കൊടുക്കാനോ ഈ ക്യാമറയൊക്കെ കൊണ്ടുവരുമ്പോ എന്താ പറയാ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുണ്ടോ, ഫോട്ടോ എടുക്കുന്ന സമയത്ത് പെൺപിള്ളേര് ഇതൊന്ന് ഒട്ടി കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ്. അപ്പൊ മേക്കപ്പിലൂടെ എന്തും സാധിക്കും. മൂക്ക് നീണ്ടു തോന്നണോ, നെറ്റി കുറവ് തോന്നണോ, കവിൾ ഒട്ടി തോന്നണോ, താടി കുറച്ച് കൂർത്ത് തോന്നണം, ഇതിനൊക്കെ സാധിക്കും നമുക്ക് മേക്കപ്പിലൂടെ. ജസ്റ്റ് അറിഞ്ഞാൽ മാത്രം മതി. അപ്പൊ ഇതെന്ത് ചെയ്യണം, വാങ്ങിയിട്ട് ഈ ക്ലാസ്സുകൾ കേൾക്കണതിന്റെ അനുസരിച്ചൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. നമ്മുടെ മുഖത്തിനും ഷേപ്പ് ഒക്കെ കിട്ടി. ഇനിയിപ്പൊ എന്തായാലും തിളക്കം വരിക, അതിന്റെ കൂടെ വെട്ടി ചെറുതാക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോ അതിന്റെ ഒപ്പം ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഡ്രസ്സിംഗ് ഒക്കെ കഴിയുമ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ് കോൺടോറിങ്. കോൺടോറിങ് ചെയ്തതിന് ശേഷം എവിടെയാണോ നമ്മൾ കോൺടോറിങ് ചെയ്തത് ആ ഭാഗത്ത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണതാണ് ഹൈലൈറ്റ്. ഇത്രയും മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് 3-in-1 ഷൈൻ പാലറ്റ്. 3 കാര്യങ്ങൾ, 3 എണ്ണത്തിനുള്ള ഓപ്ഷൻസ് അതിൽ തന്നെ ഉണ്ട്. ബ്ലഷും ഉണ്ട്, ഹൈലൈറ്ററും ഉണ്ട്, കോൺടോറും ഉണ്ട്. ഇത് എവിടെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക? പാർലേഴ്സിൽ. അവർക്ക് എല്ലാത്തിനും സെപ്പറേറ്റ് ചെപ്പുകളായിരിക്കും. ഇത് നമുക്ക് ഒറ്റ ചെപ്പിൽ തന്നെ എല്ലാ കാര്യങ്ങളും കൂടിയിട്ട് വരും. അവർക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യം.